ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആ സംഭവങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണല്ലോ നമ്മുടെ സിറംസ് ഇപ്പോഴല്ല, കുറച്ച് നാളുകളായിട്ട് ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് ഈ സിറം ആർക്കൊക്കെയാണ് ആവശ്യം? നമുക്ക് ഈ എവറിഡേ ബേസിൽ നമുക്ക് നോർമൽ സ്കിൻ ടോൺ ഉള്ളവർക്കൊന്നും മേ ബി സിറത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇപ്പം എല്ലാവരും നമ്മളിപ്പോൾ ഭയങ്കര ASMR വീഡിയോസൊക്കെ കണ്ടുപോയി അഡിക്റ്റഡായി ചുമ്മാ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ സിറം. അങ്ങനെ ആവശ്യമില്ല, നമുക്ക് എന്തിനൊക്കെ വേണ്ടിയാണ് സിറം എന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിൻ കൺസേൺ അനുസരിച്ച് നമ്മൾ സിറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നും സിറം എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. നമ്മളിപ്പം നമ്മുടെ ഫേസിൽ എന്തിട്ടാലും നമ്മൾ ആദ്യം എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞിട്ട് വേണം ഇടാൻ. എന്ത് സാധനമാണെങ്കിലും നമ്മൾ കറക്റ്റ് അതിനെപ്പറ്റി ഒന്ന് അറിയണം. അതിപ്പം യൂട്യൂബ്, നമുക്ക് പല പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, എല്ലാം നമ്മൾ അറിഞ്ഞിട്ട് വേണം മുഖത്ത് യൂസ് ചെയ്യാൻ. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട് അങ്ങനെ എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത്, ഞാൻ കുറച്ച് സിറമൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം റിസൾട്ടൊക്കെ കിട്ടുന്നുണ്ട് സിറം. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും നിങ്ങളുടെ ബാക്കിയുള്ള സ്കിൻ കൺസേൺസിന് വേണ്ടിയുള്ള എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കുറച്ച് പ്രൊഡക്റ്റൊക്കെ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തോ. ആദ്യം തന്നെ നമുക്ക് എന്താണ് സിറം എന്ന് പറയാം. വാട്ട് ഈസ് സിറം? സിറം എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ നിന്ന് സിറം എങ്ങനെ ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പ്രൊഡക്റ്റ് കുറച്ചും കൂടി അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ മോളിക്കുലർ സൈസ് കുറച്ചും കൂടി വലുതാണ്. നമ്മൾ ഈ കെമിസ്ട്രി ക്ലാസ്സിൽ ഇരിക്കുന്നവരില്ല, എനിക്ക് കെമിസ്ട്രി ക്ലാസ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് സിറത്തിൻ്റെ മോളിക്കുലർ സൈസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് ഇട്ടാൽ തന്നെ വേഗം അബ്സോർബ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അബ്സോർബ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേഗം നമുക്ക് എഫക്റ്റ് കിട്ടും. ബാക്കിയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും വേഗം നമുക്ക് സിറം യൂസ് ചെയ്ത് എഫക്റ്റ് ഇടും. പക്ഷേ ഈ സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ എല്ലാം ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും, നമുക്ക് എല്ലാം പ്രോബ്ലമായി മാറും. അപ്പോൾ നമ്മൾ കറക്റ്റ് അറിഞ്ഞിട്ട് വേണം സിറമൊക്കെ യൂസ് ചെയ്യാൻ. നമ്മുടെ മാർക്കറ്റിൽ കുറേ സിറം ഉണ്ട്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ തന്നെ നിയാസിനമൈഡ്, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, AHA, BHA, അങ്ങനെ കുറേ സിറമാണ്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാൾ സിറം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബോട്ടിലോ കാണിക്കുമ്പോൾ തന്നെ ഇതൊക്കെ എന്തിനാന്ന് തോന്നില്ല. പക്ഷെ നമുക്ക് കറക്റ്റ് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു സാധനം ഇല്ലയെന്ന് ഞാൻ പറയും. കാരണം വേഗം നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഈ സിറമൊക്കെ ഇടുന്നതിനൊരു രീതിയുണ്ട്. അതായത് ഇപ്പോൾ മോളിക്കുലർ സൈസ് ചെറുതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫേസ് വാഷ് ഇടുക, പിന്നെ ടോണർ ഇടുക, അത് കഴിഞ്ഞ് സിറം കഴിഞ്ഞിട്ട് വേണം മോയ്സ്ചറൈസർ ഇടാൻ. കാരണം ആദ്യമേ നമ്മൾ കൊടുക്കുന്ന മോയ്സ്ചറൈസർ ഇട്ടാൽ നമ്മുടെ സ്കിന്നിൽ ആ മോളിക്കുലർ വലിയ സൈസ് ആയിട്ടുള്ള സാധനം നമ്മൾ ഇട്ടല്ലോ, പിന്നെ നമ്മൾ സിറം ഇട്ടാൽ നമുക്ക് അത്ര അബ്സോർബേറ്റീവ് ഉണ്ടാവില്ല. നമ്മൾ ആദ്യമേ തന്നെ സിറം കഴിഞ്ഞിട്ട് വേണം മോയ്സ്ചറൈസർ ഇടാൻ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സിറം എന്താണെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നോട്ടിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിനി നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നം അനുസരിച്ച് വേണം നമ്മൾ സിറം ചെയ്യാൻ. ഇതിപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നമുക്കവിടെ മുഖത്തിപ്പോൾ ഒന്നുമില്ല, മുഖത്തൊരു പ്രശ്നമില്ല, അപ്പോൾ നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നൊന്നും വേണ്ട. നിങ്ങളുടെ മുഖത്ത് ഒരു പ്രശ്നമില്ല, നമ്മളൊന്ന് യൂസ് ചെയ്യരുത്. എന്തിനും ഇല്ലാത്ത പ്രശ്നം നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ നമ്മൾ കളയരുതല്ലോ. അപ്പോൾ എന്തിനും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്കിൻ കൺസേൺസ് നോക്കിയാണ് നമ്മൾ സിറം യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആ രീതിയിൽ ഞാൻ കുറച്ച് സിറംസ് പറയാം. ഇപ്പം നമ്മുടെ മുഖത്ത് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇങ്ങനെ ആക്നെ, ഓയിൽ കണ്ടൻ്റ് ഒക്കെ വളരെ, ഈ ഓയിലി പ്രോൺ സ്കിന്നാണെങ്കിൽ നമ്മുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരും. ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഇപ്പോൾ നമ്മൾ കുറേയും ചെയ്യുമെങ്കിലും ഇങ്ങനത്തെ സിറം വേഗം നമുക്ക് അതിന് എഫക്റ്റ് തരും. അപ്പോൾ അതിന് വേണ്ടി നല്ലൊരു സംഭവമാണ് സാലിസിലിക് ആസിഡ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര എഫക്റ്റ് തോന്നിയ സംഭവമാണ് സാലിസിലിക് ആസിഡ്. അപ്പോൾ നമുക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. നിങ്ങളുടെ മുഖത്ത് നല്ലതോളം ആക്നേസ് ഉണ്ടെങ്കിൽ ഓയിൽ കൺട്രോൾ ചെയ്യാനാണ് നിങ്ങളുടെ കൺസേണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യും. അതല്ല, നിങ്ങളുടെ മുഖത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാവില്ലേ, പോർസ്, അതൊക്കെ നമ്മുടെ മുഖത്ത് നോർമലാണ്, നമ്മൾ പേടിക്കണ്ട. ഈ പോർസ് കുറയ്ക്കാനാണ്. അതല്ല ഇങ്ങനത്തെ നമ്മുടെ കുരു വന്നിട്ട് പോയി ഇതേപോലത്തെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത് മാറാനാണെങ്കിൽ തന്നെ നമുക്ക്
നിയാസിനമൈഡ് യൂസ് ചെയ്യാം. നിയാസിനമൈഡ് കുറച്ചുകൂടി നമ്മുടെ പോർസൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഈ ബ്ലാക്ക് സ്പോട്ട് മാറാൻ നമ്മൾ നേരത്തെ പറഞ്ഞ സാലിസിലിക് ആസിഡ് നല്ലതാണ്. കാരണം നമ്മൾ ആക്നേസിൻ്റെ സംഭവം കുറയ്ക്കാനും സാലിസിലിക് ആസിഡും യൂസ് ചെയ്യും. അതല്ല, ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ഫോലേറ്റിംഗ് കൺസേൺ ആണ്, അതായത് ഇപ്പം നമ്മുടെ മുഖത്തുള്ള എക്സ്ഫോലേറ്റ് ചെയ്ത് നമ്മുടെ ഡെഡ് ടിഷ്യൂവിനൊക്കെ നമ്മൾ എക്സ്ഫോലേറ്റ് ചെയ്ത് കളയുക. നമ്മൾ സ്ക്രബ് ചെയ്യില്ലേ, ബേസിക്കലി ദാറ്റ് ഈസ് സ്ക്രബ് ആയിട്ടാണ് ആക്ട് ചെയ്യണം. പക്ഷേ സ്ക്രബിനേക്കാൾ കുറച്ചും കൂടി നല്ലതാണ് ഇതിൽ വരുന്നതാണ്, ഈ എക്സ്ഫോലേറ്റിംഗ് കണ്ടൻസിൽ തന്നെയാണ് AHA, BHA, പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ്, പിന്നെ ലാക്റ്റിക് ആസിഡ്, പിന്നെ അതിൽ കുറേ സംഭവങ്ങൾ. ഇതൊക്കെ നമ്മളൊരു പ്രത്യേക ഇത് വെച്ച് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അതായത് ഇപ്പം ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റേ ഗ്ലൈക്കോളിക് ആസിഡാണ് എനിക്ക് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയത്. ഗ്ലൈക്കോളിക് ആസിഡ് കുറച്ചും കൂടി കോമൺ ആയിട്ട് എല്ലാവരുടെയും കേട്ടിട്ടുള്ളതും ഗ്ലൈക്കോളിക് ആസിഡ് ആയിരിക്കും. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുമ്പം നമ്മളിപ്പം നിങ്ങളുടെ മുഖത്തിപ്പം ഈ കുരു വന്ന പാടുണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അതൊക്കെയാണ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പീൽ ചെയ്ത് കളയും. എക്സ്പ്ലോയിറ്റിംഗ് ഏജൻറ്റ്സ് എല്ലാം അങ്ങനെയാണ് ചെയ്യണേ, നമ്മുടെ മുഖത്തുള്ള സംഭവങ്ങളൊക്കെ പീൽ ചെയ്ത് കളയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റി നമ്മൾ നോക്കി യൂസ് ചെയ്യാം. ഈ എക്സ്ഫോലേറ്റിംഗ് ഏജൻറ്റ്സ്, പെപ്റ്റൈഡ്സ്, റെറ്റിനോൾസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളതനുസരിച്ച് സേഫ് ആണോ നോക്കിയിട്ട് ചെയ്യാം. എല്ലാത്തിൻ്റെ കൂടെ ചെയ്യാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡൊക്കെ നല്ലതാണ്. പിന്നെ ഉള്ളതാണ് മാൻഡിലിക് ആസിഡ്. മാൻഡിലിക് ആസിഡ് എന്ന് പറയുമ്പം എക്സ്ഫോലേറ്റിംഗ് ഏജൻറ്റ്സ് ആണെങ്കിലും കുറച്ചും കൂടി ഒരു മൈൽഡാണ്. അപ്പോൾ നിങ്ങളുടെ മുഖം ഭയങ്കര ഡ്രൈ ആണ്, പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സ്ഫോലേറ്റിംഗ് ഏജൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലത് മാൻഡിലിക് ആസിഡ് ആയിരിക്കും. പിന്നെ തന്നെയാണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് മൈൽഡാണ്, പക്ഷേ ഇത് കുറച്ചും കൂടി നല്ലത് സെൻസിറ്റീവ് സ്കിൻ ടേണുള്ള, അതായത് എന്ത് യൂസ് ചെയ്താലും നമുക്ക് പ്രശ്നമാണ്. പക്ഷെ എന്നാലും നമുക്കൊരു എക്സ്ഫോലേറ്റിംഗ് ഏജൻറ്റ് വേണം. നമ്മുടെ മുഖത്ത് എക്സ്ഫോലേറ്റ് ഏജൻറ്റ് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത് ലാക്റ്റിക് ആസിഡാണ്. ഗ്ലൈക്കോളിക് ആസിഡ് കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ട്. ഇതിനെ വച്ച് നോക്കുമ്പോൾ ഗ്ലൈക്കോളിക് ആസിഡൊക്കെ കുറച്ചും കൂടി എഫക്റ്റ് കൂടുതലുള്ളത്. പിന്നെ ഉള്ളതാണ് BHA. BHAയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് കുറച്ചും കൂടി നമ്മുടെ മുഖത്ത് കുരുവൊക്കെ ഉണ്ടെങ്കിൽ, ആക്നെ പ്രോൺ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ BHAയിലുള്ള സാലിസിലിക് ആസിഡ് എക്സ്ഫോലേറ്റിംഗ് ഏജൻറ്റ്സ് യൂസ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഈ എക്സ്ഫോലേറ്റിംഗ് ഏജൻ്റ് അല്ല നമ്മളൊരു വൺ വീക്കോ അല്ലെങ്കിൽ അത്രയും ഓൾട്ടർനേറ്റീവിലൊക്കെ യൂസ് ചെയ്ത് എന്നൊന്ന് യൂസ് ചെയ്ത് ഒരു 1 വീക്ക് വൺസൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ എക്സ്ഫോലേറ്റിംഗ് ഏജൻ്റ് എല്ലാം നമ്മളൊരു ആഫ്റ്റർ 25 അത് കഴിഞ്ഞ് യൂസ് ചെയ്താൽ മതി. അതിന് മുമ്പേ നമ്മൾ യൂസ് ചെയ്യണ്ടെന്നാണ് നല്ലത്. കാരണം നമുക്കൊരു ബേസിക്കായിട്ടൊരു സംഭവം വെച്ച് നമുക്ക് സ്കിൻ കെയർ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം. അതല്ല നിങ്ങളിപ്പോൾ ബിഗിനറാണ്, നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ കയറി ഇതൊന്നും യൂസ് ചെയ്യരുത്. AHA, BHA സംഭവങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഇതൊന്ന് പഠിച്ച് പിന്നെ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോഴും ആദ്യം ഒരു സ്മോൾ എമൗണ്ടിൽ നിന്ന് യൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ പെർസെൻറ്റേജ് ഉണ്ട്, നമ്മൾ 0.5%, 10% ഒക്കെ ഉള്ളതുണ്ട്. ആദ്യമേ നമ്മൾ ഈ 0.5% ഉള്ളതൊക്കെ യൂസ് ചെയ്യുക, അല്ലാണ്ട് നേരെ നമ്മൾ 20, 10 ഒക്കെ ഉള്ളത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് വേണ്ട സിറത്തിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതും അല്ലാതെ എൻ്റെ ഇതിൽ നല്ല ബ്രാൻഡാണ്, കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുമ്പോൾ നല്ലതെന്ന് തോന്നിയതുമായ കുറച്ച് സിറത്തിൻ്റെ റെക്കമെൻഡേഷനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ നിയാസിനമൈഡ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് നിയാസിനമൈഡാണ്. കാരണം എൻ്റെ മുഖത്ത് ജസ്റ്റ് എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചെറിയ മറ്റേ പോർസ് ഉണ്ട്, അല്ലാതെ ചെറിയ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലതായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നിയാസിനമൈഡാണ്. നിയാസിനമൈഡ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഡെർമാക്കോടെ ഒരു 10% നിയാസിനമൈഡ്, ഇത് ഡെർമാക്കോ 10% നിയാസിനമൈഡ്, ഫേസ് ഫോർ ആക്നെ മാക്സ്. ഇതിൽ നിയാസിനമൈഡ്, സിങ്ക്, ഡേ ആൻഡ് പ്ലസ് നൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ കുറേ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് അത്യാവശ്യം ഡീസൻറ്റ് പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ മുഖത്ത് ഓയിൽ കണ്ടൻറ്റ് ഞാൻ ഇത് രാത്രി യൂസ് ചെയ്യാറ്. പിന്നെ ഈ സിറം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും സൺസ്ക്രീൻ ഇടണം. അല്ലെങ്കിൽ നമുക്ക് നല്ലതിനേക്കാൾ കൂടുതൽ നമുക്ക് മോശം സംഭവങ്ങളൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പം നിയാസിനമൈഡിന് ഞാൻ പറയുന്നത് 2 ഡെർമാക്കോയും ഡംഡോക്കും ആണ്. പിന്നെ എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ്. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് സാലിസിലിക് ആസിഡിൻ്റെ സിറം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അല്ലാണ്ട് ക്രീം യൂസ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സിറം നന്നായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം മിനിമലിസ്റ്റാണ്. മിനിമലിസ്റ്റിൻ്റെ
എല്ലാ സിറവും കുറച്ചും കൂടി നല്ലതാണ്. അവർ കുറച്ചും കൂടി ഇങ്ങനെ സിറത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ബ്രാൻഡിൻ്റെ എല്ലാ സിറവും കുറച്ചും കൂടി നല്ലതാണ്. മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ നല്ലതാണ്. അപ്പോൾ സാലിസിലിക് ആസിഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മിനിമലിസ്റ്റിന് നല്ലതാണ്. പിന്നെ വേറെയും കുറേ ബ്രാൻഡുണ്ട്. എനിക്ക് യൂസ് ചെയ്തിട്ട് നന്നായി തോന്നിയ 2-3 ബ്രാൻഡൊക്കെയാണ് ഞാൻ പറയുന്നത്. പിന്നെ വന്നത് ഗ്ലൈക്കോളിക് ആസിഡ്, നമുക്ക് മിനിമലിസ്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പം ഹൈലറോണിക് ആസിഡ് ഞാൻ പറയുന്നത് ലോറിയലിൻ്റെ ആണ്. ഒരു വൈറ്റ് ബോട്ടിൽ. ഞാൻ എൻ്റെ ഇവിടെ എല്ലാത്തിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ വിറ്റാമിൻ സി എനിക്ക് കുറച്ചും കൂടി നല്ലതാണ്. ഡോട്ടാനിക്കിയുടെ വിറ്റാമിൻ സി നല്ലതാണ്. പിന്നെ ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി നല്ല സിറ. പിന്നെ ഇപ്പോൾ വിറ്റാമിൻ സിയും വേറെ സിറമൊക്കെ, അതായത് വേറെ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്ത് കുറേ ഇത് വരുന്നുണ്ട്. ഡെർമഡോക്കില്, ഡെർമാക്കോലൊക്കെ അങ്ങനത്തെ കുറേ സിറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് 2 സിറം ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ വിറ്റാമിൻ സിക്ക് എനിക്ക് നല്ലതായി തോന്നുന്നത് ഗാർണിയർ, ഡോട്ടാൻകി. പിന്നെ വരുന്നത് റെറ്റിനോള് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം റെറ്റിനോൾ ഒരു 25 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചെറിയൊരു ചെറിയ സൈസ് വെച്ച് തുടങ്ങും. അതായത് ഇപ്പോൾ ഫസ്റ്റ് തന്നെ പ്യുവർ ബബിൾസിൻ്റെ 0.3% ഇത് നല്ലതാണ്. അതിൽ നമുക്ക് ഷിയ ബട്ടറും ഹൈലറോണിക് ആസിഡ്, പെപ്റ്റൈഡ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ അതൊക്കെ കുറച്ചും കൂടി നല്ല. ഷിയ ബട്ടറൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മോയ്സ്ചർ തരും. പിന്നെ 0.3% നമ്മൾ തുടങ്ങിയാൽ മതി. ബിഗിനേഴ്സൊക്കെ ആ ലെവലിൽ നിന്ന് തുടങ്ങിയാൽ മതിയല്ലോ. പിന്നെ ഫോക്സ് ടെയിലിൻ്റെ നല്ലതാണ്. എർത്ത് റിതത്തിൻ്റെ റെറ്റിനോൾസറും നല്ലതാണ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ഒലയുടെ റെറ്റിനോൾസറും. അതിലും ഉണ്ട് ഹൈലറോണിക് ആസിഡ്, വിറ്റാമിൻസ് ഇല്ല. ഹൈലറോണിക് ആസിഡും റെറ്റിനോൾസും വരുന്ന ഒലയുടെ നല്ലതാണ്. അത് നല്ലതാണ് അത്യാവശ്യം. ബിഗിനറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പം BHAയിൽ വരുന്ന സാലിസിലിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് മിനിമലിസ്റ്റിൻ്റെ യൂസ് ചെയ്യാം. അപ്പം നിങ്ങളത് നോക്കിയിട്ട് എക്സ്ഫോളിയേറ്റിംഗ് ഏജൻറ്റും റെറ്റിനോൾസ് അങ്ങനെ ആൻറ്റി ഏജിങ് എക്സ്ഫോളിയേറ്റീവ് ഏജൻറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി അത് നോക്കിയിട്ട് ചെയ്യണം. കാരണം തുടക്കക്കാർക്ക് നേരിട്ട് കയറി ചെയ്യരുത്. കാരണം അതൊക്കെ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ നല്ലത് നമ്മുടെ സ്കിന്നെ കുറച്ചും കൂടി ഡിസഡ്വാൻറ്റേജ് തരും. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് സിറ എന്താന്ന് പറഞ്ഞ് മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് കുളിക്കുന്നില്ലേ തോന്നുന്നു. പിന്നെ എനിക്ക് കുറച്ച് നമ്മുടെ മെയിൻ കൺസേൺസ് ഒക്കെ വെച്ചുള്ള സിറ നിങ്ങൾ എന്താണെന്ന് മനസ്സിലായി കാണും. പിന്നെ ഏതൊക്കെ സിറമാണ് നല്ലതെന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. എന്നെയും കൊണ്ട് ഞാൻ യൂസ് ചെയ്തത് വച്ച് നോക്കിയിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ തോന്നുന്നു. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സിറത്തിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് വല്ല ലൈക്കൊക്കെ അതൊക്കെ അയച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കാരണം ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ മോസ്റ്റ്ലി എൻ്റെ കാണുന്ന വ്യൂവേഴ്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണല്ലോ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ എനിക്കും അത് ഭയങ്കര പ്രചോദനമാകുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. ഇത് ഞാൻ കുറേ നേരമായി പറഞ്ഞിട്ടത് വീഡിയോ ഇത്ര ഉള്ളൂ ശരിക്കും ഇത്ര ഉള്ളൂ. അപ്പോൾ ഗൈസ് ബൈ. ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് തരം വീഡിയോ ചെയ്യുന്നതിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ് ബൈ.